بسم الله الرحمن الرحيم الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പടച്ചതമ്പുരാൻ നമ്മുടെ മജ്‌ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരികയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആഫിയത്തോടുകൂടി ദീർഘായുസ്സും ഈമാനോടുകൂടിയ മരണവും അള്ളാഹു നമുക്ക് നസീബാക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും ഇബാദത്തുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ലോകത്തെ യുദ്ധക്കെടുതിയുടെ പേരിൽ പ്രതിസന്ധിയിലായ ധാരാളം മനുഷ്യരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ശത്രുക്കളായ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അള്ളാഹു പരാജയം സമ്മാനിക്കുമാറാകട്ടെ. ഒരു മുസ്ലിമിന്റെ വീട്ടിൽ, അവന്റെ കുടുംബത്തിൽ ഏറ്റവും അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് സ്നേഹമെന്നുള്ളത്. സ്നേഹമില്ലാത്തൊരു വീട് എപ്പോഴും ശൂന്യമായിരിക്കും. അവിടെ ഭൗതികമായ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായിട്ടും വീട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ പരസ്പരം സ്നേഹമില്ലെങ്കിൽ ആ സൗകര്യങ്ങളൊന്നും ഒരിക്കലും ആസ്വദിച്ചുപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ പരസ്പരം സ്നേഹമുള്ള ഒരു കുടുംബമാണെങ്കിൽ അവിടെ പശ്ചാത്തല സൗകര്യങ്ങൾ കുറവാണെങ്കിലും ആ സ്നേഹത്തിന്റെ തണലിൽ അവർ നന്നായി ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ സ്നേഹമെന്നുള്ളത് മനുഷ്യന്റെ സമാധാനത്തിന്റെയും മനുഷ്യന്റെ സ്വസ്ഥതയുടെയൊക്കെ അടിസ്ഥാനമാണ്. സ്നേഹമെന്നുള്ളത് ഒരിക്കലും ഏകപക്ഷീയമല്ല. അത് കൊടുത്തു വാങ്ങേണ്ട ഒരു സാധനമാണ് സ്നേഹം. അങ്ങോട്ട് സ്നേഹം കൊടുത്താലേ എങ്ങോട്ടും സ്നേഹം കിട്ടും. എന്നെ എല്ലാവരും സ്നേഹിക്കണം, ഞാൻ ആരും സ്നേഹിക്കില്ല എന്നുള്ള നിലപാട് സ്നേഹത്തിന്റെ ശരിയായ ഒരു മാനദണ്ഡമല്ല. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ അന്യം നിന്ന് പോകുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്, പക്ഷെ ഒരു ഉള്ളു തുറന്നുള്ളൊരു സ്നേഹം പരസ്പരം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് കുറഞ്ഞുപോയി. അതാണ് പല പ്രതിസന്ധികളിലേക്കും പല കുടുംബങ്ങളെയും കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അത് വിവാഹമോചനത്തിലോ അല്ലെങ്കിൽ ആത്മഹത്യയിലോ ഒക്കെ കൊണ്ടുവന്ന് എത്തിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഊന്നി പറഞ്ഞൊരു കാര്യമാണ് വീട്ടിലുണ്ടാകേണ്ട സ്നേഹമെന്നുള്ളത്. വീട്ടിൽ മാതാപിതാക്കളോട്, മക്കളോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് ഒക്കെ ഒരു നിറഞ്ഞ സ്നേഹം നിലനിർത്തി ജീവിക്കാൻ കഴിയുമെങ്കിൽ വീട് തന്നെ ഒരു സ്വർഗമായി നമുക്ക് അനുഭവപ്പെടും. ഇത് തന്നെയാണ് സ്വർഗമെന്ന് തോന്നിപ്പോകും. ഇവിടെ നിന്ന് പോകാൻ ആരും ഇഷ്ടപ്പെടില്ല. പക്ഷെ സ്നേഹം വീട്ടിൽ അന്യം നിന്ന് പോകുമ്പോൾ വീട്ടിലിരിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് വെളിയിൽ ചാടാനായിരിക്കും ഭാര്യ ആഗ്രഹിക്കുക. കാരണം ഈ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെടണം. ഭർത്താവിന്റെ ആഗ്രഹം അത് തന്നെയായിരിക്കും. ചായക്കട അടയ്ക്കുന്നതുവരെ കടയിലിരിക്കും. ചായക്കട അടയ്ക്കുമ്പോഴായിരിക്കും രാത്രി വീട്ടിലേക്ക് വരിക. കാരണം വീട്ടിലേക്ക് വന്നിട്ട് കാര്യമില്ല, ആ സൈസ് ഒരു സാധനമാണ് വീട്ടിലുണ്ടാകുക. അപ്പൊ സ്നേഹമുള്ള വീട്ടിലേക്ക് വരാൻ എല്ലാവരും ആഗ്രഹിക്കും. സ്നേഹമില്ലാത്തിടത്തുനിന്ന് രക്ഷപ്പെടാനും ആഗ്രഹിക്കും. അപ്പൊ ഈ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ നിലനിർത്താൻ നമ്മൾ പരസ്പരം സ്നേഹം കൊടുത്തും സ്നേഹം വാങ്ങാനും ശ്രമിക്കണം. അടിസ്ഥാനപരമായി സ്നേഹമുണ്ടാകേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ്. ആ സ്നേഹമാണ് മക്കൾ കണ്ടുപിടിക്കേണ്ടത്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിച്ചാൽ ആ സ്നേഹം കണ്ട് മക്കൾ സ്നേഹം എന്താന്ന് പഠിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൽസ്വഭാവമാണ് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്നത്. കർമ്മങ്ങളെ കൊണ്ടൊന്നും ആരും സ്വർഗത്തിലെത്തിക്കൊള്ളുന്നില്ല, പക്ഷെ സൽസ്വഭാവം കൊണ്ടൊരു മനുഷ്യൻ സ്വർഗത്തിലെത്തിക്കും. സൽസ്വഭാവങ്ങളിൽ ഏറ്റവും ഉയർന്ന സൽസ്വഭാവമാണ് ദേഷ്യം ഒഴിവാക്കുക എന്നുള്ളത്. അപ്പൊ സ്നേഹം ആഗ്രഹിക്കുന്നെങ്കിൽ അത്തരം ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് ജീവിതത്തിൽ ദേഷ്യത്തെ മാറ്റി നിർത്തുക. വിശുദ്ധ ഖുർആൻ ആരാണ് മുത്തഖി എന്ന് പറഞ്ഞൊരു പ്രധാന ഗുണം വൽ കാളിമീനൽ ഗൈള, ദേഷ്യം വിഴുങ്ങുന്നവരെന്നാണ്. ദേഷ്യം വരാത്തവർ എന്നല്ല, ദേഷ്യം എല്ലാവർക്കും വരൂലേ, ദേഷ്യമില്ലാത്ത മനുഷ്യനുണ്ടാവില്ല. പക്ഷെ ദേഷ്യം വരുമ്പോൾ നമ്മൾ ചവർച്ചരയ്ക്കാതെ അങ്ങ് വിഴുങ്ങിയേക്കണം.
അത് ചവച്ചരയ്ക്കാൻ നിൽക്കരുത്. വിഴുങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അൽ കാളിമീന ലൊയില, ദേഷ്യത്തെ അങ്ങനെ അങ്ങ് വിഴുങ്ങിക്കളയുക. ഇതാണ് ഒരു മുത്തഖിയുടെ സ്വഭാവമായി ഖുർആൻ എടുത്തു കാണിക്കുന്നത്. ഒരു ഭർത്താവ്, ഭാര്യമാരോട് പറയേണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ ജീവിതത്തിൽ തന്റെ ഭാര്യയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ മര്യാദ എന്ന് പറയുന്നത് ദേഷ്യം വരുമ്പോൾ അത് പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ തന്നെ ജീവിതത്തിൽ 80% വിജയിക്കും. ദേഷ്യം വിഴുങ്ങുക. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാറുക്കും ലി അഹ്ലിഹി, ഒരു മനുഷ്യൻ നല്ലവനായിത്തീരുന്നത് സ്വന്തം ഭാര്യയുടെ മുന്നിൽ നല്ലവനാകുമ്പോഴാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ ഭാര്യമാരുടെ മുന്നിൽ ഏറ്റവും നല്ലവനാണ്. എന്റെ ഭാര്യമാരൊരിക്കലും എന്നെക്കുറിച്ച് മോശക്കാരനാണെന്ന് പറയില്ല. എന്റെ ഭാര്യമാർ എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റേ നൽകും. അതൊരു ഭാര്യയൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ നമ്മളെക്കുറിച്ച് നല്ലവനെന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് പോലും പറയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് 9 ഭാര്യമാരുണ്ട്. ഈ 9 ഭാര്യമാരും പ്രവാചകനെ കുറിച്ച് അവിടുത്തെ സ്വഭാവം മോശമെന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകൻ ഏറ്റവും നല്ല വ്യക്തിത്വം എന്നാ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്തായിരുന്നു പ്രവാചകന്റെ സ്വഭാവം? കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകൻ ഒരു സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു എന്ന് ആയിഷയുടെ മറുപടി. ഖുർആൻ എന്താണോ അതാണ് നബിയുടെ സ്വഭാവം. ഖുർആനിൽ ഒരിക്കലും മോശമായൊരു സ്വഭാവം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാന്യനാകാനും നല്ലവനാകാനും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ നിങ്ങൾ നല്ലവനായിരിക്കും. ശർറുന്നാസി, ഏറ്റവും മോശമായ ആളാരാണെന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞത് അല്ലയ്യിഖു അലാ അഹ്ലിഹി, ഭാര്യമാരോട് പ്രയാസകരമായി ഇടപെടുന്നയാൾ, അവരാണ് ഏറ്റവും മോശക്കാരൻ. ഭാര്യയുടെ മുന്നിൽ ഭാര്യയ്ക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നവൻ അവൻ ഏറ്റവും മോശക്കാരനാണ്. എന്നിട്ട് നബി തിരുമേനി വിശദീകരിക്കണം, ആരാണ് ഈ ഭാര്യയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നവൻ? ഇദാ ദഖല, അവൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഖശിയത്ത് ഇംറാത്തു, ഭാര്യയ്ക്ക് പേടിയാണ്. ഭാര്യ വിറയ്ക്കാൻ തുടങ്ങും. ആ കാലമാടം വരണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെയാ നടക്കാൻ പോവാന്ന് അറിയില്ല. ഭർത്താവ് കയറി വരുമ്പോൾ ഭാര്യയ്ക്ക് പേടിയാണ്. ഇവൻ ശർറുന്നാസ. ഭർത്താവ് കയറി വരുമ്പോൾ ഭാര്യയ്ക്ക് സന്തോഷം വരണം. എന്റെ പ്രേമഭാജനം അങ്ങ് എത്തിക്കഴിഞ്ഞു, ഇനി എനിക്കിവിടെ ഒരു സ്വർഗമാണെന്നൊരു തോന്നലുണ്ടാകണം. അപ്പോഴാണ് ആ വീട് സ്നേഹമുള്ള വീടായി മാറുക. ഇവൻ കയറി വരുമ്പോൾ ഭാര്യ വിറയ്ക്കുകയാണ്. ഫറ വലതുഹു, മക്കളൊക്കെ ഓടി ഒളിക്കുകയാണ്. ഏതെങ്കിലും ജനലിന്റെ ഉള്ളിലോ കട്ടിലിന്റെ അടിയിലൊക്കെ മക്കൾ ഓടുകയാണ്, വാപ്പ വരുന്നതാണെന്ന്. ഒരു സിംഹം വരുന്ന പ്രതീതിയാണ് വാപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോൾ. പൂച്ച പോലും, റസൂലുള്ളാഹി പറയേണ്ട, പൂച്ച പോലും ഓടി ഒളിക്കുക. കാരണം പൂച്ചക്കറിയാം അയാൾ വരേണ്ട തട്ട് കിട്ടുമെന്ന്. പൂച്ചയ്ക്ക് പോലും ആ വീട്ടുകാരനെ പേടിയാണ്. ഇങ്ങനത്തെ മനുഷ്യനാണ് ശർറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവൻ, ഏറ്റവും മോശക്കാരനായ മനുഷ്യൻ. അതുകൊണ്ട് നമ്മുടെ ദേഷ്യം ഒരിക്കലും നമ്മൾ ഭാര്യമാരോട് പ്രകടിപ്പിക്കരുത്. നമുക്ക് ഏറ്റവും എളുപ്പം അവരോട് പ്രകടിപ്പിക്കില്ല, കാരണം പ്രതികരിക്കൂലല്ലോ. നാട്ടുകാരോട് പ്രതികരിക്കാൻ വരെ അടി കിട്ടും. അപ്പം ദേഷ്യം മുഴുവനും, കടയിൽ നിന്നുണ്ടായ ദേഷ്യവും, ജോലിക്കിടയിലുണ്ടായ ദേഷ്യവും, ഓഫീസിലുണ്ടായ ദേഷ്യവും, ഇതൊക്കെ നമ്മൾ വന്നിട്ട് രാത്രി പ്രകടിപ്പിക്കുക ആ പെണ്ണിനോടാ. അവളൊന്നും പ്രതികരിക്കില്ല, അവൾക്ക് പോകാനൊരിടവില്ല. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ഏറ്റവും മാന്യത കാണിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ മുന്നിലാണ്. അവളോട് നിങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടരുത്. ദേഷ്യം വന്നാൽ തന്നെ നിങ്ങൾ ആ ദേഷ്യം വിഴുങ്ങണം. ഇതാണ് ഹുസ്നുൽ ഖുൽഖ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ഉണ്ടായിരിക്കട്ടെ, അതൊക്കെ ഉണ്ടാകാൻ പെണ്ണല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെണ്ണിനെ അള്ളാഹു പടച്ചത് അങ്ങനെയല്ലേ. ഏത് പെണ്ണാണ് ലോകത്ത് അതിൽ നിന്ന് ഒഴിവുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യ ഹഫ്സയെ തലാക്കിയില്ല ഒരു ഘട്ടത്തിൽ. ഉമർ റളിയല്ലാഹുവിന്റെ മകളാണ് ഹഫ്സ. പക്ഷെ ഒരു ഘട്ടത്തിൽ പ്രവാചകൻ തലാക്കില്ലേണ്ടി വന്നു. ഒരു രഹസ്യം ആയിഷാബിയോട് പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ ഹഫ്സാബി അത് പറഞ്ഞു. പ്രവാചകൻ തലാക്കില്ലേണ്ടി വന്നു. അപ്പൊ ഏത് പെണ്ണ് തന്നെയാണ്. ഏത് പെണ്ണാണെങ്കിലും അങ്ങനൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഭാര്യയുടെ ദുസ്വഭാവത്തിൽ ഒരു ഭർത്താവ് സഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് കൊടുക്കുന്ന കൂലിയാണ് അവന് കൊടുക്കാൻ പോകുന്നത്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം വർഷങ്ങളോളം മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ക്ഷമിച്ചൊരു പ്രവാചകനാണ്. രോഗം മാത്രമല്ല, അദ്ദേഹത്തിന്റെ സമ്പത്ത്, സന്താനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം ക്ഷമിച്ചു. രോഗം മാറ്റുന്നതെന്ന് പോലും പടച്ചവനോട് പറഞ്ഞിട്ടില്ല. അവസാനം തന്റെ നാവ് പുഴുത്തു, ശരീരം മുഴുവനും പുഴുത്തു. അവസാനം ശരീരത്തിൽ മാംസം ഇല്ലാതായപ്പോൾ ഈ പുഴുക്കൾ പരസ്പരം തിന്നാൻ തുടങ്ങി. ഒരു പുഴു മറ്റേ പുഴുവിനെ തിന്നാൻ തുടങ്ങി. കാരണം തിന്നാൻ മാംസം ഈ ശരീരത്തില്ല. അങ്ങനെ ആ മനുഷ്യന്റെ, ഈ ഒരു പ്രവാചകനാണെന്ന് ആലോചിക്കണം, ആ മനുഷ്യന്റെ ശരീരം മുഴുവനും പുഴുത്തു. അവസാനം നാവിലേക്ക് പുഴു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പടച്ചവനെ, ഞാൻ ഇത്രയും നാളെ നിന്നോട് പരാതി പറഞ്ഞില്ല, പക്ഷെ നാവ് നിനക്ക് ദിക്റല്ല എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഈ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു എന്ത് കൂലിയാണോ കൊടുക്കാനുള്ളത്, ആ കൂലി ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ മേൽ സഹിക്കുന്ന ഒരു ഭർത്താവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും.
അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മളങ്ങ് സഹിക്കുക. ഇതൊക്കെ തൽക്കാലം മരണം വരെയുള്ളൂ. ആഖിറത്തിൽ ചെന്നാൽ സ്വർഗത്തിൽ അല്ലാഹു ഇവളെ നമുക്ക് തിരിച്ചു തരും. നന്നായി മോഡിഫൈ ചെയ്ത് എല്ലാ ദുസ്വഭാവങ്ങളും കറഞ്ഞ് ഈ ഭാര്യനെ തന്നെ തിരിച്ചു തരും. പേടിക്കാനൊന്നുമില്ല. കുറച്ചു നാള് സഹിച്ചാൽ മതി. ആ സഹനത്തിന് അല്ലാഹു തആല വലിയ കൂലി നമുക്ക് തരുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ദേഷ്യം, നമ്മുടെ പ്രതികാര ബുദ്ധി നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാര്യമാരോട് പ്രകടിപ്പിക്കരുത്. വലിയ സഹനവും വലിയ ക്ഷമയും ഒക്കെ നമ്മുടെ ഭാര്യമാരുടെ മുന്നിൽ നമുക്കുണ്ടായിരിക്കും. ഇതാണ് ഒന്നാമതായി ഏതൊരു ഭർത്താവും ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു മാന്യത ഭാര്യയുടെ മുന്നിൽ കാണിക്കാൻ കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ നല്ലൊരു വിജയം നമുക്ക് അൽഹംദുലില്ലാഹ് ലഭിക്കും. രണ്ടാമത്, നമ്മൾ ഭാര്യമാർക്ക് ചെലവഴിക്കുന്ന വിഷയത്തിൽ ഒരു ലുബ്ധും കാണിക്കരുത്. ചില ആളുകളുണ്ട്, പള്ളിക്കെന്ന് പറഞ്ഞാൽ പള്ളി പണിയണമെന്ന് പറഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷം കൊടുക്കും. ഭാര്യ ഒരു ആവശ്യം പറഞ്ഞിട്ട് 2 കൊല്ലം ഇതുവരെ നടത്തി കൊടുത്തിട്ടില്ല. ഒരു പാത്രം വാങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു വള വാങ്ങിക്കൊടുക്കാനൊക്കെ ആയിരിക്കും. ഒരു സ്വർണത്തിന്റെ വളയായിരിക്കും അവള് ചോദിച്ചിട്ടുണ്ടാകുക. അവളുടെ കല്യാണത്തിന്റെ വാർഷികത്തിന്റെ അന്ന് അവള് ചോദിക്കുക, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് 18 കൊല്ലം, നിങ്ങൾ എനിക്കൊരു സമ്മാനം തന്നില്ല, ഒരു വള വാങ്ങിച്ചു തരാൻ പാടില്ലെന്ന് ചോദിച്ചു. 2 കൊല്ലമായ പെണ്ണ് ചോദിക്കാൻ കൊടുത്തിട്ടില്ല. പള്ളി പണിയുന്നപ്പോ 2.5 ലക്ഷം അവന്റെ വക. ആർക്ക്? എന്തിന്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അവ്വലുമാ യൂളഉ ഫിൽ മീസാൻ, നിങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ തൂക്കാൻ വേണ്ടി അള്ളാഹു മീസാൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ മീസാനിലേക്ക് പടച്ചതമ്പുരാൻ ആദ്യം എടുത്തു വെക്കുന്ന നിങ്ങളുടെ സദക്ക നിങ്ങൾ ഭാര്യയ്ക്ക് കൊടുത്ത സദക്കയായിരിക്കും, പള്ളിക്കൊടുത്തല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്ത ആ ചെലവ്, അത് ചെലവിന് കൊടുത്തതാകട്ടെ, വസ്ത്രം വാങ്ങിക്കൊടുത്തതാകട്ടെ, എന്തു കൊടുത്തതാകട്ടെ, അതാണ് പടച്ചോൻ ആദ്യം ആ മീസാനിലേക്ക് കുത്തുവാക്കാൻ എടുത്തു വെക്കുക. എന്നിട്ട് ഈ ഭാര്യയുടെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കാതെ അവൾക്കൊരു പാത്രം വാങ്ങിക്കൊടുക്കും. ഒരു വസ്ത്രത്തിന് വേണ്ടി എത്ര നാളായി അവർ ചോദിക്കുന്നു. നിസ്കരിക്കാൻ ഒരു മുസല്ലല്ല 13 കൊല്ലം, ഒരാളുടെ അടുത്ത് 13 കൊല്ലമായ ഒരു മുസല്ലയിൽ നിസ്കരിക്കുന്ന ഒരു പെണ്ണ് ഒരു മുസല്ല ആവശ്യപ്പെട്ട് റമദാനായിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. 500 രൂപയെ മുടക്കുള്ളൂ. അയാള് പള്ളിക്ക് കൊടുത്തു. പള്ളിക്ക് അയാൾ കൊടുത്തു വലിയൊരു സംഭാവന. ആർക്ക് വേണ്ടി? പടച്ചോനെടുക്ക് കൂലിയിട്ടാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഭാര്യമാർക്ക് കൊടുക്കുക. അവരുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ നാം നിർവഹിച്ചു കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിലിരുന്ന് ഇങ്ങനെ മദീന പള്ളിയിലിരുന്ന് പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കിണറിൽ നിന്നും വെള്ളം കോരി നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അതുപോലും പടച്ചോന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ആ സദസ്സിൽ ഇർബാദ് ഇബ്നു സാരിയ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. അദ്ദേഹം സദസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. സദസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓടി വീട്ടിൽ ചെന്നിട്ട് കിണറിൽ നിന്ന് വെള്ളം കോരി ഭാര്യയുടെ വായിലിങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഭാര്യ വെച്ച് എന്തു പറ്റിയെന്ന് അപ്പൊ പറഞ്ഞു, ഞാൻ റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചു, പെട്ടെന്ന് അമല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താണത്? നിന്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു തന്ന പടച്ചോൻ കൂലി തരുമെന്ന് പറഞ്ഞു. അത് അമല് ചെയ്യാൻ വേണ്ടി ഓടി വന്നതാ ഞാൻ പള്ളിയിൽ നിന്ന്. ഇതാണ് സഹാബാക്കൾ. ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, ഒരു ദീനാർ നീ പടച്ചോന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ദീനാറുൻ അൻഫഖ്തഹു അലാ റഖബ, അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു ദീനാർ നീ ചെലവഴിച്ചു. ദീനാറുൻ അൻഫഖ്തഹു അലാ മിസ്കീനിൻ, ഒരു സാധുവിനൊരു ദീനാർ നീ സദക്ക കൊടുത്തു. ദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, ഒരു ദീനാർ നീ നിന്റെ ഭാര്യയ്ക്കും കൊടുത്തു. അഅ്ലമുഹാ അജ്റൻ, റസൂലുള്ളാഹി പറയുന്നു, അഅ്ലമുഹാ അജ്റൻ, നീ 4 ദീനാർ ചെലവഴിച്ചല്ലോ. ഒന്ന് അള്ളാഹിന്റെ മാർഗത്തിൽ പള്ളിക്കോ മറ്റോ കൊടുത്തത്, മറ്റൊരു ദീനാർ അടിമയെ മോചിപ്പിക്കാൻ കൊടുത്തത്, മറ്റൊരു ദീനാർ സാധുവിന് സദക്ക കൊടുത്തത്, 4ാമത്തെ ദീനാർ കൊടുത്ത് നിന്റെ ഭാര്യയ്ക്കാണ്. അഅ്ലമുഹാ അജ്റൻ, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂലി കിട്ടുന്ന ദീനാർ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ ഭാര്യയ്ക്ക് കൊടുത്തതായിരിക്കും. ഇതൊന്നും വെറുതെയല്ല നമ്മൾ ഈ കൊടുക്കുന്ന. ഹത്താമാ തളഉ ഫീ ഫിംറാതിക, നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വച്ചു കൊടുക്കുന്ന ഒരു ഉരുളയ്ക്ക് പോലും റബ്ബ് കൂലി തരും. ഇതൊക്കെ പടച്ചോന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ ചെലവഴിക്കുന്ന വിഷയത്തിൽ, മിതമായ രീതിയിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ, നമ്മുടെ സമ്പത്തിനനുസരിച്ച് ചെലവഴിക്കുന്ന വിഷയത്തിൽ ഒരു ലുബ്ധും നമ്മൾ കാണിക്കരുത്, ഒരു ലുബ്ധും കാണിക്കരുത്. അത് നമ്മൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ നമുക്ക്. ഞാൻ പറയുന്നത് ചില ഭർത്താക്കന്മാർക്ക് അങ്ങനെയാണ്, പള്ളിക്കും മദ്രസയ്ക്കൊക്കെ ഇങ്ങനെ വാരി കൊടുക്കും, മറ്റുള്ളവർക്കൊക്കെ വാരി കൊടുക്കും, സ്വന്തം വീടിന്റെ കാര്യം മറന്നുപോകും. അതൊരിക്കലും ശരിയല്ല. നമ്മൾ ആ വിഷയത്തിൽ തികച്ചും ഒരു മര്യാദ നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ ഭാര്യമാരോട് നല്ല നിലയ്ക്ക് ഇടപെടണം. വസ്തൗസു ബിന്നിസാഇ ഖൈറ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയ്ക്ക് ഇടപെടണം. കാരണം നിങ്ങൾ ഒരു കരാറിന്റെ പുറത്ത് അവരുമായി ഒരുമിച്ച് താമസിക്കുകയാണ്. അവരുമായുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? മാതൃപിതൃ ബന്ധമല്ല, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമല്ല. സത്യത്തിൽ അവരൊരു അന്യ പെണ്ണാണ്. എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കൽ താമസിക്കുന്നത്? ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കരാർ നിങ്ങൾ പാലിക്കണം. ഒരിക്കലും അപമര്യാദയായ ഒരു പെണ്ണിനോട് ചെയ്യാൻ കഴിയാത്തൊരു പരിപാടി, ഒരു അടി, ഒരു വഴക്ക് പറയൽ, ഒരു ചീത്ത ഒന്നും ഒരു പെണ്ണിനോട് പറയരുത്. ഭാര്യമാരെ അടിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇതൊരു തർക്ക വിഷയമാണ്. വിശുദ്ധ ഖുർആൻ ഭാര്യമാരെ അടിക്കാൻ അനുമതി നൽകുന്നുണ്ട്, പ്രവാചകൻ അത് അനുവദിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് എന്തടിയാണ്? നമ്മൾ അടിക്കുന്ന അടിയല്ല.
നമ്മുടെ ഒരു വഴക്ക് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ബോഡി ലാംഗ്വേജ്, അത്രേ ഉള്ളൂ. നന്നായി ഇഷ്ടമുള്ള ആൾക്കാരുടെ പിണങ്ങാൻ ഒരുപാടൊന്നും വേണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലാവും ഭർത്താവിനോട് പിണക്കമുണ്ടെന്ന്. ടവ്വല് കൊണ്ടുള്ള അടിയാണ് ഖുർആൻ ഉദ്ദേശിച്ചത്. കർച്ചീഫ് പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചാൽ ഒരു പെണ്ണിന് വേദന എടുക്കൂല, വേദനിപ്പിക്കാനേ പാടില്ല. ടവ്വല് കൊണ്ട് ഇങ്ങനെ ഒന്ന് അടിക്കുക, അപ്പൊ മനസ്സിലാവും എന്റെ ഈ നിലപാട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതും 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു പെണ്ണിനെ ഇങ്ങനെ പോലും അടിക്കാൻ അനുവദിച്ചത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ആ പെണ്ണ് ഇവൻ ഭംഗി ആവശ്യപ്പെടുന്ന സമയത്ത് ഭംഗിയില്ലാതെ നിൽക്കുക. അവളിൽ നിന്നും ഇവൻ ഭംഗി ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അവൾ ഭംഗിയല്ലാതെ ഇല്ലാത്ത രൂപത്തിൽ നിൽക്കുക. അതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. 2, അവൾ ശുദ്ധിയുണ്ടായിട്ടും ഇവന്റെ ശാരീരിക ആവശ്യത്തിന് ആവശ്യപ്പെട്ടവൾ അവൾ സമ്മതിക്കാതിരിക്കുക. 3, നമസ്കാരം പോലെയുള്ള ദീനിയായ നിർബന്ധമായ കർമ്മങ്ങൾ അവൾ ഉപേക്ഷിക്കുക. 4, ഇവന്റെ അനുമതിയില്ലാതെ ഇവൾ വീട്ടിൽ നിന്ന് പുറത്തു പോവുക. ഈ 4 ഘട്ടത്തിലല്ലാതെ 5-മതൊരു ഘട്ടത്തിലൊരു പെണ്ണിനെ ശരീരത്തിൽ ടവ്വല് കൊണ്ടുപോലും തൊടാൻ അനുവാദമില്ല. ഈ 4 ഘട്ടത്തിലല്ലാതെ. നമ്മളിന്ന് സ്ത്രീകളെ അടിക്കുന്നത്, വഴക്ക് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? ഒന്നുമല്ലല്ലോ. അതോടൊപ്പം തന്നെ ഭാര്യമാരുമായുള്ള തമാശകൾ, കളിതമാശകൾ, അവരുടെ മാനസിക ഉല്ലാസങ്ങൾ, ഇതൊക്കെ നമ്മൾ അവർക്ക് ഒരു അനുവദിച്ചു കൊടുക്കണം. റസൂലിന്റെ ജീവിതം അങ്ങനെയല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ, സൗദ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ആയിഷ ബീവി നബിതങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് ഭക്ഷണവുമായി വരുന്നുണ്ട്. ഗോതമ്പും നെയ്യും മാവുമെല്ലാം കൂട്ടി ഉണ്ടാക്കിയ ഒരു ഭക്ഷണമാണ്. സൗദ ബീവി അടുത്തുണ്ട്. ആയിഷ ബീവി വരുന്നു. പ്രവാചകന്റെ മുന്നിൽ വെച്ചിട്ട് സൗദ ബീവിയോട് ആയിഷ ബീവി പറയുന്നുണ്ട്, സൗദ നീ കഴിക്കുന്നു പറഞ്ഞു. സൗദ പറഞ്ഞു, ഞാൻ കഴിക്കൂല, നീ പ്രവാചകന് കൊണ്ടുവന്നല്ലേ, ഞാൻ കഴിക്കൂല. നീ കഴിച്ചേ പറ്റൂ. ആയിഷ നിർബന്ധിച്ചു, ഇല്ല ഞാൻ കഴിക്കൂല. നീ കഴിച്ചില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ പുരട്ടും. സൗദ പറഞ്ഞു, ഞാൻ കഴിക്കൂല. അപ്പോൾ ആയിഷ ബീവി അതിൽ നിന്ന് പാത്രത്തിൽ നിന്നിങ്ങനെ തോണ്ടിയെടുത്തിട്ട് സൗദാവിയുടെ മുഖത്തേക്ക് ഇങ്ങനെ തേച്ചു കൊടുത്തു. ഈ മറ്റേ ഹോളിക്കൊക്കെ ചായം തേക്കും പോലെ. പ്രവാചകന്റെ മുന്നിലാണ് ഈ സംഭവം. അപ്പോ നബിസ്വല്ലാഹു പറഞ്ഞു, സൗദാബിയോട് പറഞ്ഞു, നീ തിരിച്ചും തേക്കാൻ പറഞ്ഞു. അവളുടെ മുഖത്ത് നീ തേക്കണം. അപ്പൊ സൗദാബിക്ക് അത് പറ്റിയില്ല. സൗദാബി പറഞ്ഞാൽ ശരിയാവില്ല. സൗദാബി ചെയ്തില്ല. പ്രവാചകൻ കൈ പിടിച്ചിട്ട് ആ പാത്രത്തിൽ, ആ ഭക്ഷണപാത്രത്തിൽ ഇങ്ങനെ സൗദാബിയുടെ ഇങ്ങനെ മുക്കിയിട്ട് പ്രവാചകൻ തന്നെ കൈ പിടിച്ചിങ്ങനെ തേപ്പിച്ചു ആയിഷയുടെ മുഖത്തേക്ക്. ഇപ്പൊ 2 പേരുടെ മുഖത്തും ഉണ്ട്. ഈ രംഗം സത്യത്തിൽ നമ്മൾ എന്തെല്ലാം നിയമങ്ങളിലൂടെ തെറ്റിച്ചു എന്ന് നോക്കി. ഭക്ഷണം പാഴാക്കാൻ പാടില്ല, ഇത് പഠിപ്പിച്ചയാളാ പ്രവാചകൻ. ആ പ്രവാചകന്റെ മുന്നിൽ, ആ പ്രവാചകന്റെ നേതൃത്വത്തിലാണ് ഈ ഭക്ഷണം വെച്ചിട്ട് ഈ കളി കളിക്കണം. 2 പേരുടെ മുഖത്ത് ഹോളിയുടെ കളറ് പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ വിശ്വാസം പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, പോയി കഴുകിക്കളഞ്ഞു. ഉമർ വന്ന ഈ അംഗമൊക്കെ കണ്ട് ഉമർ സഹിക്കൂല. ഉമർ റളിയല്ലാഹു ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളായിരുന്നു. ഉമർ വരുന്നതിന് മുമ്പ് പോയി കഴുകിക്കളയാൻ പറഞ്ഞു. 2 പേരും കൊണ്ട് അത് കഴുകിക്കളയിക്ക് വെച്ചു. ഈ രംഗം നടക്കുന്ന ആരുടെ വീട്ടിലാണിത്? ഈ മനുഷ്യനിൽ നിന്നല്ലേ നമ്മൾ ജീവിതം പഠിക്കേണ്ടത്? ഒരു വരണ്ട ജീവിതമൊന്നും അല്ലല്ലോ പ്രവാചകൻ പഠിപ്പിച്ചത്. ഇങ്ങനെയുള്ള തമാശകളും കളികളൊക്കെ അല്ലേ നമ്മളെ പഠിപ്പിച്ചത്. ലുക്മാനുൽ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നീ നിന്റെ ഭാര്യയുടെ മുന്നിൽ ഒരു കുട്ടിയെ പോലെ ആകണം. വീട്ടിൽ ചെന്നാ പിന്നെ നമ്മൾ ആരാകട്ടെ, ജില്ലാ കളക്ടർ ആണെങ്കിലും അതൊക്കെ അവിടെ. വീട്ടിൽ ചെന്നാൽ ഒരു ഭാര്യയുടെ ഭർത്താവ് മാത്രം. ഒരു കുട്ടിയെ പോലെ ആകണം. അവളുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് നമ്മൾ നിന്നു കൊടുക്കണം എന്ന് പറഞ്ഞതിനർത്ഥം നമ്മുടെ പൗരുഷമൊക്കെ കളഞ്ഞ് എപ്പോഴും ഇങ്ങനെ ഒരു അടിമയായി ജീവിക്കണം എന്നല്ല. തൈസ അബ്ദുൽ മർഅ, ഭാര്യയുടെ അടിമയായവൻ പരാജയപ്പെട്ടു എന്നാണ്. അങ്ങനെയാകരുത്. തൈസ അബ്ദുൽ മർഅ അബ്ദുൽ സൗജ, ഭാര്യയുടെ അടിമയായവൻ നശിച്ചു. ഭാര്യയുടെ മുന്നിൽ അടിമയായി ജീവിക്കരുത്. മറ്റൊരു ഹദീസിലുണ്ട്, ഇദാ അത്താർ റജുലു ഇംറഅതുഹു, ഒരു മനുഷ്യൻ തന്റെ ഭാര്യ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ ഖബ്ബഹല്ലാഹു വജ്ഹഹു ഫിന്നാരി, അല്ലാഹു അവനെ മുഖം കുത്തി നരകത്തിലേക്ക് എറിയും. അതിനൊക്കെ ഒരു പരിധി ഉണ്ടാക്കണം. ഭാര്യ പറയുന്ന എല്ലാം കേട്ടിങ്ങനെ ജീവിക്കല്ല. പക്ഷെ എന്നാൽ അനുവദനീയമായ ചില കാര്യങ്ങളിൽ നമ്മൾ ഭാര്യമാരോട് ഈ രീതിയിലുള്ളൊരു നിലപാട് തീർച്ചയായിട്ടും നമുക്കുണ്ടായിത്തീരുകയാണ്. ഒരു കുട്ടിയെ പോലെ നമ്മൾ ആരാണെങ്കിലും ആ നിലയ്ക്ക് ഭാര്യമാരുടെ മുന്നിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ നിന്നു കൊടുക്കണം. കുറച്ച് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക ഉല്ലാസത്തിന് ആവശ്യമായ ഒരു കാര്യമാണ്. പ്രവാചക ജീവിതത്തിൽ ഒട്ടനവധി അത് കാണാൻ കഴിയും. പ്രവാചകന്റെ കാലിൽ ചവിട്ടിയിട്ടാണ് ഈ ഭാര്യമാര് ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറുക. പ്രവാചകൻ തന്റെ കാല് വെച്ചു കൊടുക്കും. പ്രവാചകന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കരുതെന്ന് ഖുർആനിലുണ്ട്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. ഇന്ന് റൗളയിൽ ചെന്നാൽ റൗളയിൽ അവിടെ എഴുതി വെച്ചിട്ടായത്. ഇന്ന് പോലും അവിടെ ശബ്ദമുയർത്താൻ അനുവദിക്കില്ല. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ വീട്ടിൽ കിടന്ന് നബിയോട് കയർത്ത് സംസാരിക്കുകയാണ്, ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. നബിയും ആയിഷ ബിയും തന്നെയുള്ളൂ.
ഈ ഹദീസ് ആയത്തൊക്കെ പഠിച്ചയാൾ ആയിഷാബി. പക്ഷെ തന്റെ ഭർത്താവാണ്, ഭർത്താവിന്റെ മുന്നിൽ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഉച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷാബിയുടെ വാപ്പയാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന വഴിക്ക് ആയിഷാബിയെ അടിക്കാൻ വേണ്ടി കൈ ഉയർത്തി. തർഫഉ സൗതക്കി ഇൻദ റസൂലില്ലാ, റസൂലിന്റെ അടുക്കലാണോ ശബ്ദം വരുത്തി സംസാരിക്കുന്നത് ചോദിച്ചുകൊണ്ട് വാപ്പ മകളെ അടിക്കാൻ വേണ്ടി കൈ ഉയർത്തിയപ്പോൾ റസൂൽ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വന്നിട്ട് ആയിഷാബിയുടെയും അബൂബക്കർ സിദ്ദീഖിന്റെയും നടുക്ക് നിന്നു. അടിക്കാതിരിക്കാൻ വേണ്ടി നടുക്ക് നിന്നു. സത്യത്തിൽ നബിയുമായി പിണങ്ങിയിട്ടാണ് ആയിഷാബി ഈ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത്. നമ്മളാണ് എന്താ ചെയ്യാ, രണ്ട് കൊടുക്കട്ടെ എന്ന് വിചാരിക്കും. ഇവിടെ നബി കയറി അടിക്കാതിരിക്കാൻ നടുക്ക് നിൽക്കാണ് രണ്ടുപേരുടെ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തന്നെ ഇറങ്ങിപ്പോയി. അപ്പൊ നബി ആയിഷയോട് പറഞ്ഞു, കണ്ടോ കണ്ടോ അടി കൊള്ളാതെ ഇപ്പൊ ഞാനല്ലേ നിന്നെ സംരക്ഷിച്ചത്, ഞാനില്ല ഈ വാപ്പാടത്ത് കിട്ടൂലായിരുന്നോ? ഇതൊക്കെ ഒരു രംഗമാണ്. ഇതൊക്കെ വീട്ടിലെ ലോക നേതാവിന്റെ വീട്ടിലെ കുടുംബജീവിതമാണ്. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിച്ചില്ല പിന്നെ എവിടുന്ന് പഠിക്കാനിരിക്കുക. അപ്പൊ ആ ഒരു സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്കെല്ലാം പ്രവാചകനിൽ നിന്ന് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. ഒരു പിശുക്കും പ്രവാചകൻ ആ വിഷയത്തിൽ ഒരിക്കലും കാണിച്ചിട്ടില്ല. മനുഷ്യന്റെ അതുപോലെ തന്നെ സ്ത്രീകളുടെ ശാരീരിക ആവശ്യങ്ങൾ, ഇതൊക്കെ ഒരു പുരുഷനെ സംബന്ധിച്ചുള്ള നിർബന്ധമായ ബാധ്യത. പ്രവാചകൻ അതെല്ലാം കൃത്യമായി നമ്മൾ എടുത്തു പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ ഭാര്യമാരോട് ഒരുമിച്ച് കുളിക്കും. ചില ഹദീസിൽ ആയിഷാബി പറയുന്നുണ്ട്, ഞാനും നബിയും കൂടി ജനാബത്തായി കഴിഞ്ഞാൽ ഒരുമിച്ച് കുളിക്കും. ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കോരി കുളിക്കും, ഒരു കപ്പ് കൊണ്ട്. അപ്പൊ പ്രവാചകൻ കൂടുതൽ ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കും. അപ്പൊ എന്തിനാണ്? എന്നെ പറ്റിക്കാനാണ്, എനിക്ക് വെള്ളം കിട്ടൂല എന്ന് അറിയിക്കാൻ വേണ്ടി പെട്ടെന്ന് കോരി ഒഴിക്കും. അപ്പൊ ആയിഷ ദൈനി യാ റസൂലുള്ളാഹ്, കുറച്ച് എനിക്കും വേണം വെള്ളം, എനിക്കും വേണം കുറച്ച് വെള്ളം എന്ന് ഞാൻ പ്രവാചകനോട് പറയും. അവരുടെ ആ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ പോലും ഇന്ന് പരസ്യമായി ഹദീസുകൾ ലഭ്യമാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കണം. ആയിഷാബിയും മാംസം കഴിച്ചു കഴിഞ്ഞാൽ മാംസം കടിച്ച ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കും. ആ കടിച്ചെടുത്ത് തന്നെ പല്ല് വെച്ചിട്ട് മാംസം കടിച്ചിരുന്നു. ആയിഷാബി വെള്ളം കുടിച്ചാൽ പാത്രം ഇങ്ങനെ കറക്കിയിട്ട് ആയിഷാബിയുടെ ചുണ്ട് വെച്ച് പ്രവാചകൻ വെള്ളം കുടിക്കും. ഒരിക്കൽ ആയിഷാബി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ആയിഷ എനിക്ക് ആ ബാക്കി വെള്ളം തരാൻ പറഞ്ഞു, നീ കുടിച്ചതിന്റെ ബാക്കി എനിക്ക് വേണം. നബി കുടിച്ചതിന്റെ ബാക്കി ആയിഷാബി ചോദിക്കുകയാണെങ്കിൽ ബർക്കത്തിനാന്ന് വിചാരിക്കാം. ഇത് ആയിഷാബി കുടിച്ചതിന്റെ ബാക്കി നബി ചോദിക്കുന്നത് എന്തിനാണ്? അപ്പൊ നബി ആയിഷാബി പറഞ്ഞു, നബി എനിക്ക് ഹൈലാണ്. അപ്പൊ നബി പറഞ്ഞു, ഇന്ന ഹൈലത്തക്കി ലൈസത്തി ബിയദിക്കി, ഹൈല് കയ്യിലും പാത്രത്തിലും ഒന്നുമല്ലല്ലോ. നീ കുടിച്ച പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ എനിക്ക് നിന്റെ ഹൈല് പാത്രത്തിലും കയ്യിലൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് പ്രവാചകൻ ആ വെള്ളം വാങ്ങി കുടിക്കുന്നുണ്ട്. എഴുത്തിക്കാഫിരിക്കുന്ന സമയം പ്രവാചകൻ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലാണല്ലോ. പ്രവാചകൻ അങ്ങനെ തല നീട്ടിക്കൊടുക്കും, കിടന്നിട്ട് തല നീട്ടിക്കൊടുക്കും റൂമിലേക്ക്. ആയിഷാബി തല ചീകി കൊടുക്കും. എഴുത്തിക്കാഫിന്റെ സമയത്ത് നമുക്കാർക്കെങ്കിലും നമ്മുടെ ഭാര്യമാരെ തലചീകി തരാറുണ്ടോ? അപ്പൊ ഇങ്ങനെ സ്നേഹത്തിന്റെ ഊഷ്മളമായ ചില മാതൃകകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ എപ്പോഴും ഭാര്യമാർക്ക് സംതൃപ്തി നമ്മൾ നേടിക്കൊടുക്കണം. ഒരു പുരുഷന്റെ ദൗർലഭ്യം, ഒരു പുരുഷന്റെ ദൗർഭാഗ്യം, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ നഷ്ടമെന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരാളെ പരിചയപ്പെട്ടിട്ട് ഒരാളെക്കുറിച്ച് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് അയാളുടെ പേരും അഡ്രസ്സും ചോദിക്കാതെ പിരിഞ്ഞു പോവുക. ഇതൊരു പുരുഷന്റെ നഷ്ടമാണ്. 3 കാര്യങ്ങളാണ് ഒരു പുരുഷന്റെ നഷ്ടം. മനസ്സിലാക്കി. നല്ല ഒരു പ്രഭാഷണം കേട്ടു, അല്ലെങ്കിൽ നല്ലൊരാൾ പാട്ട് പാടുന്ന കേട്ടു. അപ്പൊ പാട്ട് കഴിയുമ്പോൾ ആളൊന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചു, പിന്നെ അത് പരിചയപ്പെടാതെ അങ്ങ് പോയി. അതൊരാളുടെ ഒരു കുറവാണ്. പരിചയപ്പെടാൻ ആഗ്രഹിച്ച ആളെ പരിചയപ്പെടാതെ പിരിഞ്ഞു പോവുക, അതൊരു കുറവാണ്. അത് ഉണ്ടാകരുത്. പരിചയപ്പെടാൻ ആഗ്രഹിച്ചയാളെ പരിചയപ്പെടാതെ പിരിഞ്ഞു പോവുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ അവന്റെ ജീവിതത്തിലെ ഒരു നഷ്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു നഷ്ടമാണ്. അതുപോലെ തന്നെ ഒരാൾ ബഹുമാനം കിട്ടേണ്ട ഒരു സ്ഥലത്തുനിന്ന് ബഹുമാനം കിട്ടാതെ പോവുക. ഒരാളെ ബഹുമാനിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ആൾക്കാരെല്ലാം കൂടി, പക്ഷെ ആ ബഹുമാനം കിട്ടാതെ അവൻ അവസരം നഷ്ടപ്പെടുത്തുക. ബഹുമാനിക്കാൻ ആഗ്രഹിച്ചാലേ ബഹുമാനം കിട്ടണം, അതിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം, അതിന് നിന്നുകൊടുക്കുകയും വേണം. അതിന് അവസരം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. 3ാമത്തെ നഷ്ടമായി പറയുന്നത്, ഒരു പുരുഷനും സ്ത്രീയും കൂടി ഭാര്യ ഭർത്താക്കന്മാർ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടു. അവന് സംതൃപ്തിയായി, അവളുടെ സംതൃപ്തി അവൻ നോക്കിയില്ല. ഇവന്റെ കാര്യം കഴിഞ്ഞവൻ പോയി. ഇവൻ നഷ്ടമുള്ള ദൗർഭാഗ്യവാനായൊരു പുരുഷനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ പോലും പ്രവാചകൻ പറയാതെ പോയിട്ടില്ല. കാരണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് വെറുപ്പ് കാണിക്കരുത്. അവളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഇഷ്ടപ്പെടുന്ന വേറെ സ്വഭാവങ്ങൾ ധാരാളം അവളിൽ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ അവളെ ചൊറിയാൻ പോകരുതെന്ന റസൂൽ. ഹദീസിന്റെ പ്രയോഗം തന്നെ എങ്ങനെയാണ്? ഒരിക്കലും നിങ്ങൾ ഭാര്യമാരെ ചൊറിയാൻ പോകരുത്. അവരുടെ കുറ്റങ്ങൾ നിങ്ങൾ പറയരുത്. അവരുടെ വീട്ടുകാരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അവരെ നിങ്ങൾ പ്രകോപിപ്പിക്കരുത്.
നിങ്ങൾ ഒരിക്കലും അവൾ പ്രകോപിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ അവളിൽ നിന്ന് കേൾക്കാൻ അവസരങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുരുഷൻ തന്റെ ഭാര്യയോട് കാണിക്കേണ്ട കൃത്യമായ ബാധ്യതകൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം കൊടുക്കേണ്ടതും സ്നേഹമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും ഭാര്യമാരല്ല, ഭാര്യമാരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ആ വിഷയത്തിൽ ഭർത്താക്കന്മാർക്കാണ്. അതുകൊണ്ട് നമ്മളൊരു മാതൃകാ ഭർത്താവായി തീരുക. നമ്മൾ നമ്മുടെ ഭാര്യമാർക്ക് സ്നേഹം കൊടുക്കുന്നവരും കുടുംബത്തിൽ സ്നേഹത്തിന്റെ മാതൃകകളുമായി തീർന്നാൽ അൽഹംദുലില്ലാ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സ്നേഹവും കളിയാടും. അല്ലാഹു തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.